إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ പഠിപ്പിക്കാനും അത് പൂർത്തീകരിക്കാനുമായി റസൂലിനെ നിയോഗിച്ചു. മറ്റേത് ദീനിനെയും അതിനെയെല്ലാം തകർത്ത് അതിനേക്കാൾ ഉന്നതമായി നിൽക്കുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുവാണ് ഹഖായ ദീന് കൊണ്ട് റസൂലുകളെ നിയോഗിച്ചത്. മറ്റേതൊരു ദീനിനേക്കാളും ഉന്നതമായ നിലയിൽ നിൽക്കുന്ന അവസ്ഥയിൽ മുശ്രിക്കീങ്ങൾ എത്ര വെറുത്താലും ശരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്നതിന്, അള്ളാഹുവിൽ നിന്നുള്ള നുബുവത്ത് ലഭിച്ചതാണ് എന്നുള്ളതിന് ധാരാളം സംഭവങ്ങൾ, ധാരാളം ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും അന്ന് സഹാബികൾ നേരിട്ട് സാക്ഷിയായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ദജ്ജാലിനെ കണ്ട സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുന്നത്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, ഒരു ദിവസം മസ്ജിദിൽ നിന്നുകൊണ്ട് ഒരു വിളിയാളം കേട്ടു. എല്ലാവരോടും മസ്ജിദിലേക്ക് എത്താൻ പറഞ്ഞുകൊണ്ട് അസ്സലാത്തു ജാമിഅ എന്ന് വിളിച്ചു പറയപ്പെട്ടു. അങ്ങനെ എല്ലാവരും പോയി. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയും മസ്ജിദിലേക്ക് പുറപ്പെട്ടു. പുരുഷന്മാരുടെ പിന്നിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങളെയും കൊണ്ട് നിസ്കരിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരുന്നു കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാഹ്, ഓരോരുത്തരും അവർ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തദറൂന ലിമ ജമഅതുകും, നിങ്ങൾക്കറിയുമോ എന്തിനാണ് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന്? എന്തിനാണ് ഇപ്പോൾ എല്ലാവരോടും വരാൻ പറഞ്ഞത് എന്ന് എന്തിനാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും റസൂലിനുമാണ് അറിയുക എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ അറിയിച്ചു, ലിഅന്ന തമീമൻ അദ്ദാരി കാന റജുലൻ നസ്റാനിയൻ, തമീമുദ്ദാരി നസ്റാനിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, നസ്റാനിയായിരുന്നു. ഫജാഅ ഫബായഅ വഅസ്ലമ, ഇതാ ഇവിടെ വന്ന് എന്നോട് ബൈഅത്ത് ചെയ്യുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വഹദ്ദസനി ഹദീസൻ, ഒരു കാര്യം എന്നെ അറിയിച്ചു. അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു കാര്യം എന്നെ അറിയിക്കുകയുണ്ടായി. വാഫഖല്ലദീ കുൻതു ഉഹദ്ദിസുകും അൻ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ള കാര്യം എന്താണോ അതിനോട് യോജിക്കുന്ന ഒരു കാര്യമാണ് തമീമുദ്ദാരി എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത്, അറിയിച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് ഉദ്ധരിച്ചു കൊടുത്തു. ഹദ്ദസനി അന്നഹു റകബ ബിസഫീനത്തിൻ ബഹരിയ്യ മഅ 30 റജുലൻ, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ 30 ആളുകളുമായിട്ട് കടലിലൂടെ, കപ്പലിലൂടെ യാത്ര പോയി. ഫലഇബ ബിഹിൽ മൗജ് ശഹ്റൻ ഫിൽ ബഹർ, ഒരു മാസത്തോളം തിരമാലകൾ നേരെ വണ്ണം ദിശയിൽ പോകാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ കപ്പലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരുന്നു. അവർ ഒരു മാസത്തോളം കടലിൽ ദിശ അറിയാതെ അവർ സഞ്ചരിച്ചു. അങ്ങനെ അവർ എത്തിച്ചേർന്നത് ഒരു ദ്വീപിനടുത്താണ്. കപ്പലിനോട് ചേർന്നുള്ള ചെറിയ ബോട്ടിലായിക്കൊണ്ട് അവർ ആ ദ്വീപിലേക്ക് പ്രവേശിച്ചു.
ഫലഖിയത്ഹും ദാബത്തുൻ അഹ്ലബു കസീറു ശഅർ, ഒരു വലിയ ഭീകര സത്വം അവിടെ വെച്ച് അവരെ കാണുകയുണ്ടായി. ശരീരം മുഴുവൻ രോമാകൃതമായിട്ടുള്ള ഒരു ജീവി. ലാ യദ്റൂന മാ ഖുബ്ലുഹു മിൻ ദുബ്രിഹി മിൻ കസ്റത്തി ശഅർ, അതിന്റെ മുന്നും പിന്നും ഏതാണെന്ന് മനസ്സിലാകാൻ സാധിക്കാത്ത വിധം രോമാകൃതമായിട്ടുള്ള ഒരു ജീവി. ഈ ആളുകൾ ചോദിച്ചു, അതാ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവും ഒപ്പമുണ്ടായിരുന്ന ആളുകളും നസ്രാനിയായിരുന്ന കാലത്ത് ആളുകൾ ചോദിച്ചു, വൈലക മാ അൻത, നീ എന്താണ് നാശം, നീ എന്താണ് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസയാണെന്ന് പറഞ്ഞു. ഖാലു വമൽ ജസ്സാസ്, അവർ ചോദിച്ചു എന്താണ് ഈ ജസ്സാസ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സത്വം ഇവരോട് പറഞ്ഞു, അയ്യുഹൽ ഖൗം انطلقوا الى هذا الرجل في الدير, കൂട്ടരെ നിങ്ങൾ ആ മഠത്തിനകത്തുള്ള ആ വ്യക്തിയുടെ അടുക്കിലേക്ക് പോവുക. ഫഇന്നഹു ഇലാ ഖബരിക്കും ബിൽ അശ്വാഖ്, നിങ്ങളുടെ വാർത്ത അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കൊതിക്കുന്ന ഒരാളാണ് അത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഭയപ്പാടോടുകൂടി ഇതൊരു ശൈത്താനാണോ എന്ന് വിചാരിച്ചിരിക്കെ അവർ വേഗം ആ മഠത്തിനകത്തേക്ക് പോയി. അവിടെ കയറിയപ്പോൾ ഫഇദാ ഫീഹി അഅ്ബമു ഇൻസാനിൻ റഅയ്നാഹു ഖത്തു ഖൽഖൻ വഅശദ്ദുഹു വിസാഖൻ, അവിടെ വലിയ ഭീകരമായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടു. ശക്തി കൊണ്ടും വലിപ്പം കൊണ്ടുമെല്ലാം ഭീകരമായിട്ടുള്ള ഒന്ന്. മജ്മൂഅത്തുൻ യദാഹു ഇലാ ഉനുഖിഹി, അതിന്റെ കൈകൾ പിരടിയിലേക്ക് ബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാ ബൈന റുക്ബതൈഹി ഇലാ കഅബതൈഹി ബിൽ ഹദീദ്, കാൽമുട്ടുകൾക്ക് താഴെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് അത് ബന്ധിച്ചു വെച്ചിട്ടുള്ള അവസ്ഥയിലാണ് ആ രൂപം അവിടെ കിടക്കുന്നത്. ഖുൽന, അപ്പോ അവർ ചോദിച്ചു, വൈലക മാ അൻത, ആ വ്യക്തിയോട് ചോദിച്ചു, നീ ആരാണ്? അപ്പൊ വ്യക്തി പറഞ്ഞു, ഖദ് ഖദർതും അലാ ഖബരി, വൈകാതെ തന്നെ എന്റെ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കും, നിങ്ങൾ അറിയുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഫഖ്ബിറൂനി മാ അൻതും എന്ന് ചോദിച്ചു. എന്നിട്ട് ആ വ്യക്തി ഈ കൂട്ടരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ അറിയിക്കുക, നിങ്ങൾ ആരാണെന്ന്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ അറബികളാണ്, ഞങ്ങൾ 1 മാസത്തോളം ഇങ്ങനെ കടലിൽ യാത്ര ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടി എത്തിയവരാണ് എന്നെല്ലാമുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ വ്യക്തി ചോദിച്ചു, അഖ്ബിറൂനി അൻ നഖ്ലി ബൈസാൻ, ബൈസാൻ അവിടെ തോട്ടത്തിലുള്ള ഈന്തപ്പനകളെ കുറിച്ച് അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് അറിയിക്കേണ്ടത് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി ചോദിച്ചു, ഹൽ യുസ്മിർ, അവിടെ ഇപ്പോഴും കായ്ക്കുന്നുണ്ടോ, ഈന്തപ്പനകൾ കായ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇക്കൂട്ടർ പറഞ്ഞു, അതെ കായ്ക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ആ വ്യക്തി തിരിച്ചു പറഞ്ഞു, അമാ ഇന്നഹു യൂഷികു അല്ലാ തുസ്മിറ, വൈകാതെ അതിൽ ഇനി കായ്ക്കനികൾ ഉണ്ടാവുകയില്ല, ഈന്തപ്പന കായ്ക്കുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, അഖ്ബിറൂനി അൻ ബുഹൈറത്തു തുബ്രിയ, തുബ്രിയ തടാകത്തിനെ കുറിച്ച് എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കൂട്ടർ ചോദിച്ചു, എന്താണ് അതിനെ കുറിച്ച് അറിയിക്കേണ്ടത്? അപ്പോൾ ചോദിച്ചു, അതിൽ ഇപ്പോഴും വെള്ളമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വെള്ളമുണ്ട്, അതിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വ്യക്തി തിരിച്ചു പറഞ്ഞു, അതിലെ വെള്ളം ഉടനെ തന്നെ വറ്റുന്നതാണ്, വറ്റാനായിട്ടുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ആ വ്യക്തി ചോദിച്ചു, അഖ്ബിറൂനി അൻ ഐൻ സുഗർ, സുഗർ നദിയെ കുറിച്ച് എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താണ് അറിയിക്കേണ്ടത്? അപ്പോൾ തിരിച്ചു ചോദിച്ചു, ഹൽ ഫിൽ ഐനി മാഉൻ വഹൽ യസ്റഉ അഹ്ലുഹാ ബിമാഇൽ ഐൻ, ആ അരുവിയിൽ ഇപ്പോഴും വെള്ളമുണ്ടോ, അതിലെ വെള്ളം കൊണ്ട് അതിനടുത്തുള്ള ആളുകൾ കൃഷി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അതെ അതിൽ വെള്ളമുണ്ട്, അതിൽ കൃഷി നടത്തുന്നുണ്ട്. വീണ്ടും ചോദിച്ചു, അഖ്ബിറൂനി അൻ നബിയിൽ ഉമ്മീയീൻ മാ ഫഅല, നിരക്ഷരനായിട്ടുള്ള ആ നബിയെ കുറിച്ച് എന്നെ അറിയിക്കൂ, എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ തമീമുദ്ദാരിയും കൂട്ടരും അറിയിച്ചു, ഖദ് ഖറജ മിൻ മക്കത വനസല യസ്രിബ, അദ്ദേഹം മക്കയിൽ നിന്ന് പുറപ്പെട്ട് യസ്രിബിൽ അഥവാ മദീനയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ച ആ വ്യക്തി, ഇപ്പോൾ ആ നബി ആ ശത്രുക്കളുമായിട്ട് മുശ്രിക്കീങ്ങളുമായിട്ട് യുദ്ധം ചെയ്തോ എന്ന് ചോദിച്ചു. യുദ്ധം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, യുദ്ധം നടന്നിട്ടുണ്ട്. വീണ്ടും ചോദിച്ചു, എന്താണ് അവരുടെ അവസ്ഥ? അപ്പൊ ഈ അടുത്ത് നടന്ന യുദ്ധത്തിൽ അവർ തോൽക്കുകയും ആ നബിയെ അനുസരിക്കുന്ന അവസ്ഥയും ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി വീണ്ടും പറഞ്ഞു, ഇന്നദാക ഖൈറുൽ ലഹും അൻ യുതീഉ, അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് ആ നബിയെ അനുസരിക്കലാണ്, ആ നബിയെ അനുസരിക്കലാണ് അവർക്ക് ഖൈർ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ ജീവി, ആ വ്യക്തി തിരിച്ചു പറയാൻ തുടങ്ങി, വഇന്നി മുഖ്ബിറുക്കും അന്നി, ഇനി ഞാൻ എന്നെ കുറിച്ച് നിങ്ങളെ അറിയിക്കാം. എന്നിട്ട് പറഞ്ഞു, ഇന്നി അനൽ മസീഹ്, ഞാൻ മസീഹാണ് അഥവാ മസീഹു ദജ്ജാലാണ്. വഇന്നി ഊഷികു അൻ യുഅ്ദന ലീ ഫിൽ ഖുറൂജ് ഫഅഖ്റുജ, വൈകാതെ തന്നെ എനിക്ക് പുറപ്പെടാനുള്ള അനുവാദം ലഭിക്കുന്നതാണ്, ഞാൻ അങ്ങനെ പുറപ്പെടുന്നതാണ്. ഫഅസീറു ഫിൽ അർള് ഫലാ അദ്അ ഖറിയതൻ, ഞാൻ അങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കും, ഒരു ഗ്രാമവും ഞാൻ വിട്ടേക്കുകയില്ല. ഇല്ലാ ഹബത്തുഹ, എല്ലായിടത്തും ഞാൻ ഇറങ്ങുന്നതാണ്. ഫി 40 ലൈല, 40 ദിവസങ്ങൾ. ഗൈറ മക്കത വ ത്വയ്ബ, മക്കയും ത്വയ്ബയും ഒഴികെ ബാക്കി എല്ലാ നാട്ടിലും 40 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എത്തുന്നതാണ് എന്ന് പറഞ്ഞു. ഫഹുമാ മുഹറമതാനി അലയ്യ കിൽതാഹുമാ, ആ മക്കയും മദീനയും എനിക്ക് ഹറാമാണ്,
അവിടെ എനിക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. കുല്ലമാ അറദ്തു അൻ അദ്ഖുല വാഹിദതൻ മിൻഹുമാ ഇസ്തഖ്ബലനി മലകുൻ ബിയദിഹി അസ്സൈഫു സിൽതൻ. ഞാൻ ആ മക്കയിലേക്കോ മദീനയിലേക്കോ പ്രവേശിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഊരിപ്പിടിച്ച വാളുമായി കൊണ്ട് അവിടെ മലക്കുകൾ എന്നെ നേരിടും. യസുദ്ദുനി, എന്നെ തടയും. അൻഹ, എന്നിട്ട് പറയും, ഓരോ ആ കവാടത്തിലും മക്കയുടെയും മദീനയിലും പ്രവേശിക്കുന്ന സ്ഥലത്ത് മലക്കുകൾ അതിനെ കാത്തി നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം തമീമുദ്ദാരിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വടി മിമ്പറിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ. ഈ മദീനയാണ് ത്വയ്ബ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, സഹാബികളോട് ചോദിച്ചു, അലാ ഹൽ ഹദ്ദസ്തുകും ദാലിക്, ഈ തമീമുദ്ദാരി പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് മുമ്പ് അറിയിച്ചു തന്നിട്ടില്ലയോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, നഅം, അതേ റസൂലേ, നിങ്ങൾ ഒന്നിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന നിലക്ക് ആ സഹാബികൾ മറുപടി പറഞ്ഞു. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് തെളിവുകളായി ധാരാളം സംഭവങ്ങൾ അന്ന് കാലത്ത് തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. സഹാബികൾ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട്. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു നസ്രാനിയായ കാലത്ത് നടന്നൊരു സംഭവം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സഹാബികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തമീമുദ്ദാരി പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയുമുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീനിന്റെ മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൽ ദൃഢത കൈവരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ധാരാളം പണ്ഡിതന്മാർ ഹസനാക്കിയിട്ടുള്ള ഒരു റിവായത്തിൽ കാണാം, ലാ യഖ്റുജു ദജ്ജാലു ഹത്താ യദ്ഹല الناس على ذكره. ദജ്ജാൽ പുറപ്പെടുകയില്ല ജനങ്ങൾ അവനെ തൊട്ട് അശ്രദ്ധയായിരിക്കുന്ന, അവനെക്കുറിച്ച് മറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലല്ലാതെ. ദജ്ജാലിനെ കുറിച്ച് ഓർമ്മ ജനങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദജ്ജാലിന്റെ പുറപ്പാടുണ്ടാവുക. അതോടൊപ്പം പറഞ്ഞു, അതുപോലെ തന്നെ വഹത്താ തത്റുക അൽ അഇമ്മതു ദിക്റഹു അലൽ മനാബിർ. മിമ്പറുകളിൽ വെച്ച് ഇമാമിങ്ങൾ അവർ ദജ്ജാലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഒഴിവാക്കുന്നവരെ, അത് ഒഴിവാക്കുമ്പോൾ ആ സമയത്താണ് ദജ്ജാൽ പുറപ്പെടുക. ജനങ്ങൾ അതിനെക്കുറിച്ച് അശ്രദ്ധരായിരിക്കുന്ന സമയത്താണ് ദജ്ജാൽ പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ട കാര്യമാണ്. എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിനെ താക്കീത് ചെയ്ത കാര്യമാണ്. എല്ലാ ഫിത്നകളെക്കാളും വലിയ ഫിത്നയായി ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ദജ്ജാലിന്റെ പുറപ്പാട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദജ്ജാലിന് രക്ഷ നേടാൻ നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ പ്രത്യേകവും. അലാമ സഫാരീനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഫയംബഗി ലികുല്ലി ആലിമിൻ അയബുസ അഹാദീസ ദജ്ജാൽ ബൈനൽ ഔലാദി വന്നിസാഇ വൽറിജാൽ. എല്ലാ അറിവുള്ളവരുടെയും മേലെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിൽ ദജ്ജാലിനെ സംബന്ധിച്ച ഹദീസുകൾ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. ലാ സിയമാ ഫി സമാനിനല്ലദീ ഇശ്റഅബത് ഫീഹിൽ ഫിതൻ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഫിത്നകൾ ആളുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വകസറത് ഫീഹിൽ മിഹൻ, വ്യത്യസ്ത പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നിട്ട് പറഞ്ഞു, വഇൻദറസത് ഫീഹി മആലിമുസ് സുനൻ, സുന്നത്തിന്റെ അടയാളങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വസാറത്ത് സുന്നത്തു ഫീഹി കൽ ബിദ്അ, ഇദാ സുന്നത്തുകൾ ബിദ്അത്തിനെ പോലെ ആയിത്തീരുന്ന, ആളുകൾക്കറിയാതെ പുതുതായി വന്നതാണെന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, വൽ ബിദ്അതു ശർഉൻ യുത്തബഅ, ബിദ്അത പിൻപറ്റപ്പെടുന്ന ശർആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, വലിയ ഫിത്നയായിട്ടുള്ള ദജ്ജാലിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നാം നടത്തേണ്ടതുണ്ട്. ആ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് നാം രക്ഷ തേടേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായിക്കൊണ്ട് ദജ്ജാലിന്റെ ഫിത്നയിൽ രക്ഷ തേടാനും അതിനുള്ള മാർഗങ്ങളെ സ്വീകരിക്കാനും നാം തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.